ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നുള്ളതിനെ പറ്റിയിട്ട്, അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടെല്ലാം പല വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കാണും. അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സിലബസാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു സിലബസ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സിലബസ് 10 മാർക്കിൻ്റെ സിലബസാണ് ഉള്ളത്. അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പരീക്ഷ, ടെക്നീഷ്യൻ പരീക്ഷ, അത് ഗ്രേഡ് 3 ആയിക്കോട്ടെ ഗ്രേഡ് 1 ആയിക്കോട്ടെ, രണ്ടും സിംഗിൾ ടയർ എക്സാം ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അതിൽ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാനായിട്ട് പറ്റില്ല. 41 മാർക്ക് മുതൽ 93 മാർക്കിലധികം കട്ട് ഓഫ് വന്നിട്ടുള്ള പരീക്ഷയാണ് കഴിഞ്ഞ വർഷം ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അത്രമാത്രം കോമ്പറ്റീഷനുള്ള ഒരു എക്സാമും കൂടെയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ITI ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന, അതുപോലെ തന്നെ കോമ്പറ്റീഷനുള്ള ഒരുപാട് ട്രേഡുകളിൽ നിന്ന് ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു എക്സാമും കൂടിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനകത്ത് സിലബസിനകത്ത് എന്താ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് RRB ALPയുടെ സിലബസാണ്. ALP 2024 ഓൾറെഡി കഴിഞ്ഞ പരീക്ഷയുടെ സിലബസും 2025 ഇപ്പോൾ വിളിച്ച പരീക്ഷയുടെ സിലബസും ഈ കാണുന്നത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ജനറൽ അവയർനെസ്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗമുണ്ട്, സ്പോർട്സ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, പേഴ്സണാലിറ്റീസ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ്. ആർക്ക് കൊടുത്തിട്ടുള്ളത്? RRB ALPക്ക് കൊടുത്തിട്ടുള്ളത് 2024. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് 2024 പരീക്ഷ കണ്ടക്ട് ചെയ്ത ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ആകെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. മുകളിൽ കണ്ട അതേ സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് സാരം. അപ്പോൾ ഈ രണ്ട് പരീക്ഷകളിൽ, അതിൽ 2025 ALP പരീക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ 2024 ALP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ലഭ്യമാണ്. എത്ര ഷിഫ്റ്റുകളിൽ? 15 ഷിഫ്റ്റുകളിൽ. 15 ഷിഫ്റ്റുകളിലായി 10 മാർക്കിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ 150 ചോദ്യങ്ങൾ നമുക്ക് ALPയുടെ ഓൾറെഡി ഉണ്ട്. ജനറൽ അവയർനെസ് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ 2024 പരീക്ഷ ഓൾറെഡി കഴിഞ്ഞതാണ്. 20 ഷിഫ്റ്റുകളിലായിട്ട് 20 ഷിഫ്റ്റുകളിൽ 10 മാർക്ക് എന്ന് പറയുമ്പോൾ 200 ചോദ്യങ്ങൾ നമുക്ക് ഇവിടെയും ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ALPയുടെ 150, 2024 150 ചോദ്യങ്ങളും ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലെ 200 ചോദ്യങ്ങളും നമ്മുടെ കൈവശമുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് വെച്ച് ഈ സിലബസ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ കൈവശമുള്ള ഈ 350 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സിലബസ് കൊണ്ട് എന്താണ് RRB ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന പൈ ചാർട്ട് നോക്കുക. ഇതിനെയാണ് ഞാൻ ജനറൽ അവയർനെസ്സിൻ്റെ ഒരു എന്താ പറയുന്നത്, ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനും അതുപോലെ തന്നെ ALP പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. 10 മാർക്കിൻ്റെ സിലബസ്, ജനറൽ അവയർനെസ് എത്ര മാർക്കാണ്? 10 മാർക്കിൻ്റെ സിലബസാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിൽ 8 മാർക്ക് ആർക്കാണ്? കറണ്ട് അഫയേഴ്സിനാണ്. 8 മാർക്ക് ആർക്കാണ്? കറണ്ട് അഫയേഴ്സിനാണ്. 2 മാർക്ക് മാത്രമാണ് ബാക്കിയുള്ള വിഷയങ്ങൾക്കുള്ളത്. ഏതാണ് ബാക്കിയുള്ള വിഷയങ്ങൾ? ജനറൽ സബ്ജക്റ്റുകളും സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗത്തിനും കൂടെ ആയിട്ട് എത്ര മാർക്കേ ഉള്ളൂ? 2 മാർക്കേ ഉള്ളൂ എന്നുള്ളത് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് ഈ ജനറൽ സബ്ജക്റ്റ്, എന്താണ് സ്റ്റാറ്റിക് GK? അത് നമുക്ക് നോക്കാം. അത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഈ കാണുന്ന ചാർട്ട് നോക്കാം. ഇങ്ങനൊരു ചാർട്ട്, ഇത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടും. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 10 മാർക്കിന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗത്തെ നമുക്ക് ജനറൽ സബ്ജക്റ്റ് എന്നും ജനറൽ നോളജ് എന്നും 2 രീതിയിൽ താരതമ്യം ചെയ്യാം, അല്ലെങ്കിൽ 2 രീതിയിൽ എന്ത് ചെയ്യാം, കീറി മുറിക്കാം. ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന
ബുക്കുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ് ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് NCERT അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ജോഗ്രഫി ഉണ്ടായിരിക്കും, പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, എക്കണോമിക്സ് ഉണ്ടായിരിക്കും. ഇത് 4 കൊച്ചു മക്കൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്, NCERT ക്ലാസ്സുകളിൽ നിങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് അതിനെ ജനറൽ സബ്ജക്റ്റ് എന്ന് വിളിച്ചു. മറ്റേത് GK ബുക്കുകൾ അല്ല, നിങ്ങൾ കണ്ടു കാണായിരിക്കും. GKയുടെ നമ്മൾ PSC ഒക്കെ ചോദിക്കുന്ന പോലെ വളരെ ജനറൽ നോളജ് ആണത്. GKയിൽ തന്നെ 2 ടൈപ്പ് ഓഫ് GK ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റിക് GK, മറ്റൊന്ന് കറണ്ട് അഫയേഴ്സ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അവാർഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് ആര് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു കറണ്ട് അഫെയർ ആണ് അല്ലേ? എന്നാൽ ഏറ്റവും ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സ്റ്റാറ്റിക് GK ചോദ്യമാണ്. ശരിയല്ലേ? അതാണ് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയർ എന്നുള്ള വ്യത്യാസം, അത്രേ ഉള്ളൂ. ഈ അവാർഡിൽ കാണുന്നതിനെല്ലാത്തിനും ഒരു സ്റ്റാറ്റിക് പാർട്ട് കാണും. സ്പോർട്സ് അല്ലേ? സ്പോർട്സ് എന്ന് പറയുമ്പോൾ 2023 ICC T20 വേൾഡ് കപ്പ് കിട്ടിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് അല്ലേ? എന്നാൽ ഏറ്റവും ആദ്യത്തെ ICC T20 മെൻസ് വേൾഡ് കപ്പ് കിട്ടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സ്റ്റാറ്റിക് GK ആണ്. കാരണം അത് മാറാൻ പോകുന്നില്ല. ഏറ്റവും ആദ്യത്തെ വേൾഡ് കപ്പ് കിട്ടിയ രാജ്യം 5 കൊല്ലം മാറുമോ? ഇല്ല. എന്നാൽ അടുത്ത തവണ വേൾഡ് കപ്പ് കിട്ടുന്ന രാജ്യം എന്ത് ചെയ്യും? ചിലപ്പോൾ മാറിയെന്ന് വരാം. അപ്പോൾ സ്പോർട്സിനകത്ത് എന്ത് ചെയ്യാം? ചേഞ്ച് വരാം. ഇതുപോലെ തന്നെയാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അരുന്ധതി റായുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കുകൾ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അവർക്ക് അവാർഡ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിക്കാം. അത് മാറുമോ? ഇല്ല. അപ്പോൾ ആ രീതിയിൽ ഇൻഡിസസ് അല്ലേ? ഇൻഡിസസിനെ പറ്റി എന്ത് ചോദിക്കാം? സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളെ റാങ്ക് നിശ്ചയിക്കുന്ന അതോറിറ്റി ആരാണെന്നൊരു ചോദ്യം ചോദിക്കാം. അത് സ്റ്റാറ്റിക് GKയുടെ ഭാഗമാണ്. എന്നാൽ ആ റാങ്കിൽ കേരളം ഇന്ന പട്ടികയിൽ അല്ലെങ്കിൽ ഇന്ന സൂചികയിൽ കേരളത്തിന്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വെറ്റ്ലാൻഡ് ഡേ തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അത് February 2 പക്ഷെ എല്ലാ February 2 വ്യത്യസ്ത തീമുകൾ വരും അല്ലെ? 2025 വെറ്റ്ലാൻഡ് ഡേയുടെ തീമായിരിക്കില്ല 24 വരിക. അപ്പോൾ തീം മാറുന്നത് കൊണ്ട് തീമുകൾ കറണ്ട് അഫെയറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ വെറ്റ്ലാൻഡ് ഡേ February 2 എന്നുള്ളത് എന്തിലും വരും? സ്റ്റാറ്റിക് GKയിലും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഇതിനാകെ തുക ഞാൻ വിളിക്കുന്നു GK എന്ന്. ഓക്കെ, അപ്പോൾ ജനറൽ അവയർനെസ്സിലെ സബ്ജക്റ്റിനെ ഞാൻ GK എന്ന് താരതമ്യം ചെയ്യുന്നു. ആൻഡ് ഇവിടെ ജനറൽ സബ്ജക്ട്സ് എന്നും താരതമ്യം ചെയ്യുന്നു. ജനറൽ സബ്ജക്റ്റിനകത്താണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇരിക്കുന്നത്. ഇതിനകത്താണ് അവാർഡ്സ്, സ്പോർട്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇൻഡിസസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് തുടങ്ങിയ അങ്ങനെ ഒട്ടനവധി ടോപ്പിക്കുകൾ ഇതിനകത്താണ് വരുന്നത്. എവിടെ? കറണ്ട് അഫയേഴ്സിനകത്താണ് വരുന്നത്. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിക് പാർട്സിനെയും ഐഡന്റിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇനി ഞാൻ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ സിലബസ് ഒന്നുകൂടെ കാണിച്ചു തരാം. കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇവിടെ ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയ ആളുകൾ വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റുകളും അതിൻ്റെ പേരുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ പഠിക്കണം. അത് മാത്രമാണോ? അല്ല. സ്പേസ് മാത്രമാണോ? അല്ല. ഡിഫൻസ് ഉണ്ട്, AI ഉണ്ട്, അല്ലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം അവിടെ പഠിക്കണം. സ്പോർട്സ് 2023, 24, 25 വർഷങ്ങളിൽ നടന്നിട്ടുള്ള ടെന്നീസിലെ അവാർഡുകൾ, കപ്പുകൾ, ഗ്രാൻഡ് സ്ലാമുകൾ, അത് മെൻസ്, വുമൻസ്, ടെന്നീസ് മാത്രമല്ല ഗോൾഫ് ഉണ്ട്, വോളിബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിക്കാം, ആസാദിക്ക് അമൃത് മഹോത്സവന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫെസ്റ്റിവലിൽ ഇന്ന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയിട്ടുള്ള ഫോക്ക് സോങ് ഏത്, ഫോക്ക് ഡാൻസ് ഏതെന്നുള്ളതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. പേഴ്സണാലിറ്റീസ്, ഈ അടുത്ത് മരണപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അടുത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റി ചോദ്യം വരാം. എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള RBIയുടെ എന്തെങ്കിലും പോളിസീസ്, അല്ലെങ്കിൽ ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ബഡ്ജറ്റിൽ ഓരോ സ്കീമുകൾക്ക് നീക്കിയിരിക്കുന്ന എമൗണ്ടുകൾ അത് RRB കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ALP പരീക്ഷയ്ക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയ്ക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയ്ക്കും JEE ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വർഷം ഇന്ന സ്കീമിന് വേണ്ടി, ഇന്ന പദ്ധതിക്ക് വേണ്ടി ബഡ്ജറ്റിൽ എത്ര പൈസ നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സ് ഒക്കെ ചോദ്യം വരുന്ന ആ രീതിയിലാണ്. കൺസെപ്റ്റിനേക്കാൾ ഒരു പടി മുകളിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ്. കാരണം സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്നാണ്. ഇനി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ ഉപരിയായിട്ട് അവിടെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്താണ്? കണ്ടംപററി പൊളിറ്റിക്സ് തന്നെയാണ്. ഇന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏത് പാർട്ടിയിൽ അംഗമാണ്, ഇന്ന സംസ്ഥാനത്തെ ഈ പറഞ്ഞ പോലെ
ഏത് പാർട്ടിയാണ് ഇന്ന സ്ഥലത്ത് ജയിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. ഈ അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജനറൽ സബ്ജക്റ്റുകൾ ഇരിക്കുന്നത്. ജനറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഹിസ്റ്ററിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നോ ജോഗ്രഫിയിൽ നിന്നോ ഇക്കണോമിക്സിൽ നിന്നോ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഓക്കെ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി നേരത്തെ പൈ ചാർട്ടിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുന്നത്, 10 ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ 8 ചോദ്യവും എന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി 2 ചോദ്യം ജനറൽ സബ്ജക്റ്റും സ്ട്രാറ്റജിക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ചോദ്യത്തിൽ ഒരു ചോദ്യം ജനറൽ സബ്ജക്റ്റിൽ നിന്നാവാം. ഈ ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹിസ്റ്ററി വരാം, ജോഗ്രഫി വരാം, എക്കണോമിക്സ് വരാം, പൊളിറ്റി വരാം. ഇനി ഒരു ചോദ്യം എവിടെ നിന്നാവാം, സ്ട്രാറ്റജിക്കയിൽ നിന്നും ആവാം. ബാക്കി 8 ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ്സ്, സ്പോർട്സ്, പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇൻഡിസസ്, ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്തിനാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ എക്സാം വരാൻ പോവുകയാണ്, എക്സാമിന് പ്രിപ്പയർ ചെയ്യാനിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ എക്സാമിന് നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഐഡിയ ഇല്ലാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കാതെ നേരെ ALPക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കോ പഠിക്കാനിരിക്കുകയാണ്. എന്തെടുത്ത് വെച്ചിട്ട് ഹിസ്റ്ററിയുടെ ഇത്രയും പോകുന്നൊരു ബുക്ക്, പൊളിറ്റിയുടെ ഇത്രയും പോകുന്നൊരു ബുക്ക്, ജോഗ്രഫിയുടെ ബുക്ക്, എക്കണോമിക്സിൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് GK പഠിച്ച് മലമറിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യമുണ്ടോ? ഇല്ല. എന്താ കാര്യമില്ലാത്ത? 1-2 ചോദ്യമാണ് മാക്സിമം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. 10ൽ 1-2 ചോദ്യം. ബാക്കി 8 ചോദ്യം എന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫെയർ പഠിക്കാതെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ GK ജനറൽ അവയർനെസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ അനാലിസിസ് ഞാൻ നടത്തിയത്. കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയ്ക്കോ ALP പരീക്ഷയ്ക്കോ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പഠിക്കുക. മന്ത്ലി കറണ്ട് അഫെയർ കമ്പൈലേഷൻസോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഇയർലി കമ്പൈലേഷൻസോ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കമ്പൈലേഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയുടെയും RRB ALP പരീക്ഷയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ പറയും. ഈ സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങളതിനെ എങ്ങനെ പഠിക്കണം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. 10 മാർക്കാണ്. 10 മാർക്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 10 മാർക്കിൽ ചുരുങ്ങിയത് ഒരു 5-6 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫി എക്കണോമിക്സ് ഒന്നും പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. മനസ്സിലായോ? ഒരുപാട് സമയങ്ങൾ അതിന് വേണ്ടി ചിലവഴിക്കാതിരിക്കുക. നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലിലാണെങ്കിലും ടെലഗ്രാം ചാനലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ NTPC ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 മണിക്കൂറും 4 മണിക്കൂറും ദൈർഘ്യമുള്ള ഏൻഷ്യൻ്റെയും മെഡീവലിൻ്റെയും മോഡേണിൻ്റെയും പൊളിറ്റിയുടെയും ജോഗ്രഫിയുടെ എക്കണോമിക്സിൻ്റെ ഒക്കെ ക്ലാസ്സിൽ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന നോട്ട് എഴുതി അതിൽ നിന്ന് കിട്ടുന്ന നോളേജും വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫിയും എക്കണോമിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷ മാത്രമല്ല, നിങ്ങൾ NTPC പരീക്ഷയും ഗ്രൂപ്പ് D പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റുകളൊന്നും പഠിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടബോധത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കോ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ കുറച്ചുകൂടെ ഒക്കെ വായിക്കാവുന്നതാണ്. എന്നാൽ ഗ്രേഡ് 3 അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒരു പരിധി വിട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക, ഈ പറഞ്ഞ പോലെ റിവിഷൻ ക്ലാസ്സുകൾ കാണുക, അതിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റുകളെ എന്ത് ചെയ്യുക, ഓർത്തെടുത്ത് എക്സാമിന് വേണ്ടി പരമാവധി ഉപകാരപ്രദമാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഫുൾ സിലബസ് വെച്ചുകൊണ്ടുള്ള കോഴ്സ് നമ്മളിതാ ജൂൺ 23-ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം,
ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഫർദർ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 മാത്രമല്ല, നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബണ്ടിൽ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതും ജൂൺ 23 തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ ALPയുടെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫുൾ സിലബസ് കവറേജ് ഉണ്ടായിരിക്കും. CBT 1ഉം CBT 2ഉം വെച്ചുകൊണ്ടുള്ള ബാച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഏതെങ്കിലും കോഴ്സിൽ നമ്മുടെ സ്കോറിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.